സ്മാർട്ട് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് തയ്യാറാക്കുന്നത് മാങ്ങ കൊണ്ടുള്ള സ്ക്വാഷാണ്. ഇപ്പോൾ മാങ്ങ സീസൺ ആണല്ലോ. ഇതുപോലെ മാങ്ങ കൂടുതൽ കിട്ടുന്ന സമയത്ത് ഈ രീതിയിൽ സ്ക്വാഷ് ഉണ്ടാക്കി വെച്ചാൽ നമ്മൾക്ക് ഏത് സമയത്തും എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെച്ചാൽ കൂടുതൽ കാലം കേടുകൂടാതിരിക്കുകയും ചെയ്യും. കടയിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുന്ന മാംഗോ ഫ്രൂട്ടിയുടെ അതേ ടേസ്റ്റോട് കൂടിയ ഈ മാംഗോ സ്ക്വാഷ് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വരാം. ഇതിനായിട്ട് 2 കിലോ പഴുത്ത മാങ്ങ ആണ് എടുത്തിരിക്കുന്നത്. അധികം പുളിയില്ലാത്തതും നാര് കുറവുള്ളതുമായ മാങ്ങ എടുക്കുന്നതാണ് നല്ലത്. മാങ്ങ എല്ലാം കഴുകിയെടുത്തതാണ്. ഇനി ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് കഷ്ണങ്ങളാക്കിയെടുക്കാം. മാങ്ങ എല്ലാം തൊലി ചെത്തി എടുക്കുന്നതിന് പകരം ഞാൻ ഇതുപോലെ ഒരു ബൗളിലേക്ക് മാങ്ങ എല്ലാം തൊലിയോടുകൂടി കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തു. എന്നിട്ട് മാങ്ങയുടെ ഓരോ പീസും ഇതുപോലെ കത്തി കൊണ്ടൊന്ന് വരഞ്ഞു കൊടുത്തു. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ മാങ്ങ എല്ലാം തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാൻ പറ്റും. ഇതുപോലെ എല്ലാ മാങ്ങയും ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ചെയ്തുകൊണ്ട് 2 കിലോ മാങ്ങയും പെട്ടെന്ന് തന്നെ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് മിക്സിയിൽ നല്ലതുപോലെ അടിച്ചെടുക്കണം. മാങ്ങയുടെ പകുതി മിക്സിയുടെ ജാറിലേക്കിട്ട് നല്ലതുപോലൊന്ന് അരച്ചെടുക്കാം. നാര് കൂടുതലുള്ള മാങ്ങ ആണെങ്കിൽ മിക്സിയിൽ അരച്ചെടുത്ത ശേഷം ഒരു സ്ട്രെയിനറിൽ അരിച്ചെടുക്കണം. നാര് കുറവുള്ള മാങ്ങ ആയതുകൊണ്ട് ഞാൻ സ്ട്രെയിനറിൽ അരിച്ചെടുത്തില്ല. നല്ലതുപോലെ മിക്സിയിലൊന്ന് അരച്ചെടുത്തതേ ഉള്ളൂ. അങ്ങനെ രണ്ടാമത്തെ ബാച്ച് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. മാങ്ങയുടെ പൾപ്പെല്ലാം ഒട്ടും തന്നെ തരികളില്ലാതെ നല്ല സോഫ്റ്റായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. ഒരു കടായി സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കിലോ മാങ്ങയ്ക്ക് 1.5 കപ്പ് പഞ്ചസാര എന്ന കണക്കിന് 3 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 കിലോ മാങ്ങയ്ക്ക് 3 കപ്പ് വെള്ളം എന്ന കണക്കിന് 6 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. പഞ്ചസാരയെല്ലാം ഒന്ന് മെൽറ്റായി വെള്ളം തിളച്ച് വരണം. പഞ്ചസാരയെല്ലാം ഇളക്കി കൊടുത്ത് വെള്ളം തിളച്ച് വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മിക്സിയിൽ അരച്ച് വെച്ചിരിക്കുന്ന മാങ്ങയുടെ പൾപ്പ് ചേർത്ത് കൊടുക്കാം. അരച്ചെടുത്ത മാങ്ങ മുഴുവനായിട്ട് വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് 5 മിനിറ്റ് തുടർച്ചയായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. നമ്മൾ ചേർത്ത് കൊടുത്ത മാങ്ങയുടെ പൾപ്പ് പഞ്ചസാര പാനിയിൽ നല്ലതുപോലെ മിക്സ് ആകുന്നത് പോലെ ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഇത് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു 5 മിനിറ്റെങ്കിലും ലോ ഫ്ലെയിമിലിട്ട് തിളപ്പിക്കണം. ഇങ്ങനെ തിളപ്പിച്ചെടുക്കുന്നതുകൊണ്ടാണ് ഈ സ്ക്വാഷ് ദീർഘകാലം കേടുകൂടാതെ ഇരിക്കുന്നതും. ഇപ്പോൾ ഒരു 4 മിനിറ്റ് ആയിട്ടുണ്ട് ഇത് തിളച്ച് വരാൻ തുടങ്ങിയിട്ട്. ഇനി ഇതിലേക്ക് ടേസ്റ്റ് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്ത ശേഷം ഇതിലേക്ക് ഒരു നാരങ്ങയുടെ ജ്യൂസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുവൊക്കെ കളഞ്ഞ ശേഷം ജ്യൂസ് മാത്രം ചേർത്ത് കൊടുക്കുക. നാരങ്ങ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് സ്ക്വാഷിനൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. ഇനി ഇത് 1 മിനിറ്റ് നല്ലതുപോലൊന്ന് തിളച്ച് വരണം. ഈ സമയമെല്ലാം ലോ ഫ്ലെയിമിലിട്ട് വേണം കുക്ക് ചെയ്യാനായിട്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതേ ഒന്ന് തണുത്ത് വന്നതിന് ശേഷം ഒരു ഗ്ലാസ് ജാറിലോട്ട് മാറ്റി കൊടുക്കാം. മാംഗോ സ്ക്വാഷ് നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു ജാറിലോട്ട് മാറ്റി കൊടുക്കാം. ജാറിലോട്ട് ഫുള്ള് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ സ്ക്വാഷ് കലക്കി കുടിക്കാനായിട്ട് എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു ഗ്ലാസ്സിലോട്ട് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. ഗ്ലാസിൻ്റെ പകുതി സ്ക്വാഷ് ഒഴിച്ചു കൊടുക്കാം. ബാക്കി പകുതി ഭാഗത്തെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു സ്പൂൺ കൊണ്ട് നല്ലതുപോലെ മിക്സ് ആക്കി കൊടുക്കാം.
ഇത് ഇങ്ങനെ വേണമെങ്കിലും കുടിക്കാൻ. ഞാൻ സാധാരണ ചെയ്യാറുള്ളത് മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ട് കുടിക്കുകയാണ് ചെയ്യുന്നത്. അതാകുമ്പോൾ നമ്മൾ പുറത്തു നിന്ന് വാങ്ങുന്ന ഫ്രൂട്ടിയുടെ അതേ ടേസ്റ്റ് തന്നെ കിട്ടും. എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരെല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണേ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.